മധ്യകേരളത്തിലും അനുദിനം പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ഇതിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ ഇടതു ക്യാമ്പ് പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ആദ്യ ദിനങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. തൃക്കാക്കരയിൽ നിന്നാണ് എറണാകുളം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ മൂന്നാം ദിന പ്രചരണം ആരംഭിച്ചത്. പ്രമുഖരെ കണ്ട് അനുഗ്രഹം തേടുക, പഴയ സൗഹൃദങ്ങൾ പുതുക്കുക, പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പ്രചരണം പുരോഗമിക്കുന്നത്. തൃക്കാക്കര കേന്ദ്രീകരിച്ച് വൈകിട്ട് 2 പൊതുപരിപാടികൾ കൂടിയുണ്ട് ഇടത് സ്ഥാനാർത്ഥിക്ക്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ BJP പയറ്റുന്ന തന്ത്രങ്ങൾ വിലപ്പോവില്ല എന്ന സ്ഥാനാർത്ഥി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് കുന്നത്തുനാട് മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രചരണം. രാവിലെ വഞ്ചിനാട്, മാറമ്പള്ളി, വാഴക്കുളം, കിഴക്കമ്പലം പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ കണ്ടു. ഇടയ്ക്ക് ചില പൊതുപരിപാടികളിലും പങ്കെടുത്തു. ചെല്ലുന്നിടത്തെല്ലാം മാഷ് തന്നെയാണ് താരം. രാഷ്ട്രീയത്തിനപ്പുറം വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും മുന്നണിയും. ആലപ്പുഴയിലെ ഇടതു സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MP യുമായ AM ആരിഫ് ഇന്നാണ് മണ്ഡലത്തിൽ സജീവമായത്. വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയോടെ പ്രചരണത്തിന് ഔപചാരിക തുടക്കമാകും. മാവേലിക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി CA അരുൺകുമാറിൻ്റെ റോഡ് ഷോയും ഇന്ന് വൈകിട്ട് കൊട്ടാരക്കരയിൽ നടക്കും. രാവിലെ പ്രചരണത്തിനിറങ്ങിയ സ്ഥാനാർത്ഥി വിവിധ ഇടങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. തൃശൂർ മണ്ഡലത്തിൽ VS സുനിൽകുമാറും പ്രചരണ രംഗത്ത് സജീവമാണ്. നേരത്തെ പ്രചരണത്തിലിറങ്ങി കളം പിടിക്കാനായതിൻ്റെ ആത്മവിശ്വാസം ഇടത് ക്യാമ്പിൽ പ്രകടമാണ്. രാവിലെ പുതുക്കാട് മേഖലയിലായിരുന്നു VS സുനിൽകുമാറിൻ്റെ പ്രചരണം. വൈകിട്ട് സ്ഥാനാർത്ഥി ഗുരുവായൂർ മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തും. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ പാലാ മേഖലയിലായിരുന്നു രാവിലെ പ്രചരണം ആരംഭിച്ചത്. മരങ്ങാട്ടുപള്ളിയിൽ 3 പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സിറ്റിംഗ് MP കൂടിയായ സ്ഥാനാർത്ഥി പങ്കെടുത്തു. വാക്കാട് മിൽക്ക് സൊസൈറ്റി, മരങ്ങോലി PHC, ഐമനം PHC എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിലും ഇന്ന് MP പങ്കെടുക്കും. ഒപ്പം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ള പ്രചരണവും പുരോഗമിക്കുകയാണ്. ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് മുൻകാല സൗഹൃദങ്ങൾ പുതുക്കുന്ന തിരക്കിലായിരുന്നു ഇന്നും. പ്രമുഖ വ്യക്തികളെയും സംഘടനാ നേതാക്കളെയും സ്ഥാനാർത്ഥി നേരിൽ കണ്ട് പിന്തുണ തേടി. കൈരളി ന്യൂസ്, കൊച്ചി.